ഹലോ. 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 കേക്കട്ടെ ബ്രോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ബേസിക്സിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ഹലോ. മനസ്സിലായി. ഓക്കെ ഓക്കെ. ബാക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് നോക്കുക. ക്ലാസ് ഒക്കെ ഉണ്ടായിട്ട് പിന്നെ നോക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ. അത് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഈ ട്രേഡിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം എഫർട്ട് ഇടുന്നു എന്നനുസരിച്ച് മാത്രമേ ഉള്ളൂ റിസൾട്ട്. ആ ഓക്കെ. അപ്പൊ ഇനി വരാൻ പോണ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് SMC എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അത് ഉം. നിങ്ങളുടെ ട്രേഡിംഗ് ജേണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റഗ്രൽ ആയിട്ടുള്ള പാർട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന്റെ കൂടെ നിങ്ങൾ എത്രമാത്രം അതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചും കൂടെയാണ് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കൈ കിട്ടുന്നത്. ഓക്കെ. ഓക്കെ. ആദ്യം സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ കണ്ട? കാണുന്നുണ്ട്. ബേസിക്സിൽ അപ്പൊ ഇനി ഡൗട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എല്ലാം പക്കയല്ലേ? മനസ്സിലായി. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. വർക്കൗട്ടും കൂടെ ചെയ്യണം കേട്ടോ ബ്രോ. ആ ഈ SMC എന്ന് പറയുന്ന ഈ ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അതിന് മുമ്പ് ട്രേഡ് ചെയ്തിട്ടില്ലല്ലോ? ബിഗിനർ അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, ഫൈൻ 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 ഫൈൻ. അതായത് ഈ SMC എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ SMC എന്ന് പറയുന്ന കോൺസെപ്റ്റ് മിക്കതിലെയും ഒരു എക്സ്പെർട്ടൈസ് ലെവൽ ഒരു കോൺസെപ്റ്റ് ആണ് ഈ SMC. അതിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ട് ലെവൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ICT എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ SMC കോൺസെപ്റ്റിൽ നമുക്ക് ഇത്രയും ഇന്നൊരു ബേസിക്സ് മാത്രമേ ഉള്ളൂ. SMC കോൺസെപ്റ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുന്നതാണ് ഈ SMC അഥവാ സ്മാർട്ട് മണി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി വരുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഓരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് പറഞ്ഞു പോവാം. എന്നിട്ട് അതിനുശേഷം ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്ക് കവർ ചെയ്ത് പോവാം. അങ്ങനെ പോരെ? മതി. ഓക്കെ ഓക്കെ. ഈ മാർക്കറ്റ് സ്ട്രക്ചർ അറിയണ്ടാവുമല്ലോ, ഓൾറെഡി ഷാഫി ബ്രോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ അറിയില്ലേ? അറിയാം. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എത്ര തരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഉണ്ട്? 3. മൂന്ന്. ഏതൊക്കെ? അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, പിന്നെ സൈഡ് ബേസ്. അതെ. ഇതിൽ ഏതൊക്കെ മാർക്കറ്റുകളാണ് നമുക്ക് ട്രേഡിംഗ് സിനാരിയോസിൽ വേണ്ടത്? അതായത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഏതൊക്കെ മാർക്കറ്റാണ്? അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. അതെ അതെ. അപ്പൊ അത് തന്നെയാണ് ഇതിലെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതും. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് തരത്തിലുള്ള മാർക്കറ്റ്: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് മാർക്കറ്റിൽ. ഇതിൽ ട്രേഡിംഗ് സിനാരിയോസിൽ നമ്മൾ അപ് ട്രെൻഡിൽ എന്ത് നോക്കും? ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നോക്കും. ഡൗൺ ട്രെൻഡിൽ നമ്മൾ എന്ത് നോക്കും? ഒരു സെൽ ഓപ്പർച്യൂണിറ്റി നോക്കും. സൈഡ് വേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ട്രേഡ് ചെയ്യില്ല. അത് തന്നെയാണ് ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പിക് എന്നുള്ള രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഈ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ അഥവാ BOS എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രേക്ക് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യണേ? ഇതൊരു ഐഡിയ ഉണ്ടോ? ട്രെൻഡ് ബ്രേക്ക് ആവുന്ന അതെ, എന്ത്? കേട്ടില്ല. ട്രെൻഡ് ബ്രേക്ക് ആവുന്ന ട്രെൻഡ്, അതായത് അപ് ട്രെൻഡിൽ പോകുന്നത് ഡൗൺ ട്രെൻഡിലോട്ട് വരും, അങ്ങനെയാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതുണ്ട്. അത് അടുത്ത ടൈമാണ് അത്. ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ്, ഇതൊരു അപ് ട്രെൻഡ് മാർക്കറ്റ് അല്ലേ? ഉം. ഈ അപ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റ് ഇത് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യപ്പെടും? ഈ അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് എത്രമാത്രം മുകളിലേക്ക് പോകും, അല്ലെ ഡൗൺ ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് എത്രമാത്രം താഴേക്ക് പോകും എന്ന് നമുക്കൊരു ഐഡിയ വേണമല്ലോ, വേണ്ടേ? ഉം. അതിനെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതൊരു ഇതൊരു ലോ ഇതൊരു ലോ അല്ലേ? ഉം. ഇതൊരു ഹൈ അല്ലേ? ഉം. ഹൈ അല്ലേ?
ഈ ഹൈയും ലോയും ഹയർ ലോ ആൾക്ക് അറിയില്ലേ? അറിയാം. ഓക്കെ ഓക്കെ, ഫൈൻ 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 ഫൈൻ. ഇതൊരു ഹയർ ലോ അല്ലേ? ഓക്കെ അല്ലേ? ഉം. ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ലോ, അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിലോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഹയർ ഹൈകളെ ബ്രേക്ക് ചെയ്യുന്ന പോകുന്ന മാർക്കറ്റിനല്ലേ നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഈ ഹയർ ഹൈകളെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായി മാറി? ഒരു അപ് ട്രെൻഡ് മാർക്കറ്റായി മാറി. ഓക്കെ. ആ. അപ്പോ ഈ ഒരു ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്താൽ എന്താ നമുക്ക് മനസ്സിലാക്കാം? ഒരു അപ് ട്രെൻഡ് എന്ത് ചെയ്യാണ്? ഒരു ഫോം ചെയ്യും. അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാണ്, അല്ലേ? ആ. അല്ലേ? ഓക്കെ അല്ലേ? ആ, ഓക്കെ. ഓക്കെ. അതിനെയാണ് ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ഹയർ ഹൈയെ, അല്ലെങ്കിൽ ഈ ഒരു ഹയർ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ചുമ്മാ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജസ്റ്റ് ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഉം. ഓക്കെ ഓക്കെ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോ ടോപ്പിക് ആയിട്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഉം. ഓക്കെ ഓക്കെ. അക്ഷയ് ബ്രോ ആണോ വന്നത്? അതെ ബ്രോ, അതെ ബ്രോ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ബേസിക്സിന്റെ ക്ലാസ് ഒക്കെ മനസ്സിലായിരുന്നോ? ആ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തതായിട്ട് മൊമെന്റ് ഷിഫ്റ്റ് ആണ്. മൊമെന്റ് ഷിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നേരത്തെ അരവിന്ദ് ബ്രോ പറഞ്ഞതുപോലെ, ഒരു ട്രെൻഡ് എവിടെയാണ് ബ്രേക്ക് ആവുന്നത്, അതായത് അരവിന്ദ് ബ്രോ പറഞ്ഞു ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് മാറുന്നതാണ് BOS എന്നുള്ള രൂപത്തിലല്ലേ അരവിന്ദ് ബ്രോ പറഞ്ഞത്, അല്ലേ? ആ. എക്സാക്ട്ലി അതിന്റെ കറക്റ്റ് വേർഡ് വരുന്നത് ഇവിടെ MS ലാണ്. അതായത് ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ്, അത് എങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് സ്വിച്ച് ആവുന്നത് എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൊമെന്റ് ഷിഫ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ. അതായത് BOS എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കാനും, മൊമെന്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്ത്, അത് അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ഡൗൺ ട്രെൻഡിലോട്ട് എപ്പോഴാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മൊമെന്റ് ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാർട്ട് ബേസിസിൽ നമുക്കത് അന്ന് ക്ലാസ്സിന്റെ ദിവസം നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഇതിന്റെ കോൺസെപ്റ്റ്, നിങ്ങൾ ഇത് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 തരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട്: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ്. ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ എത്രമാത്രം, ഒരു ട്രെൻഡ് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏത്? BOS അഥവാ ബ്രേക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം. അതേപോലെ തന്നെ MS അഥവാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രെൻഡ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ് ഒരു എപ്പോഴാണ് ഡൗൺ ട്രെൻഡിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഒരു മൊമെന്റ് ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു വൺ വേർഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറന്റ് ഒരു ആൻസർ പറയാൻ പറ്റിയാൽ മതി. ഈ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അടുത്തത് റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ്. റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് എപ്പോഴും ഒരു മാർക്കറ്റിൽ നമ്മളിപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യാനിരിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ മന്ത്ലിയോ വീക്കിലിയോ ഡെയിലിയോ 4 അവറോ 1 അവറോ 2 അവറോ ആവാം. അതിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നരേറ്റീവ് നമുക്ക് വേണം. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബൈ ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലെവൽ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണുകൾ ഉണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചല്ലേ? ഓക്കെ ഓക്കെ. ഇന്ന തരത്തിലുള്ള 5 ടൈം ഫ്രെയിമിൽ 4 അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അപ്പൊ അവിടുന്ന് എനിക്ക് ബൈ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഒരു വ്യൂ ഉണ്ടാവൂലേ മാർക്കറ്റിൽ? ഉണ്ടാവൂലേ? അതെ. അതിന് ലോവർ ടൈം ഫ്രെയിമിൽ വന്ന് ഒരു നരേറ്റീവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് ഒരു എൻട്രി സെറ്റ് ചെയ്യുന്നതിനെയാണ് റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് പറയുന്നത്. അതായത് ഒരു 4 അവറിലോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലോ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലോ നിങ്ങൾ മാർക്കറ്റിനെ ഒന്ന് കണ്ട് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്ന് അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻട്രി ട്രിഗർ ചെയ്യുന്നു. അത്രേ ഈ റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു എൻട്രി എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അവർ, നമ്മളെല്ലാം ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. അതൊക്കെ ഓക്കെ അല്ലേ? ഇൻട്രാഡേ ട്രേഡേഴ്സ് ഉണ്ട്, സിംഗ് ട്രേഡേഴ്സ് ഉണ്ട്, അതെല്ലാം അറിയില്ലേ?
അറിയാം. ഓക്കെ, നമ്മളെല്ലാം ഇൻട്രോഡക്ടറി ട്രേഡേഴ്സ് ആണ്. നമ്മൾ 4 അവറിന്റെ ഒരു സപ്പോർട്ട് ഏരിയ ഇവിടെ നിന്ന് കണ്ടു. മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ 4 അവറിന്റെ ഈ ഏരിയയിലേക്ക് വന്നു. നമ്മൾ എൻട്രി എടുക്കുന്നത് 4 അവറിലാണോ? അല്ല അല്ല, നമ്മൾ എൻട്രി എടുക്കുന്നത് ഏത് ടൈം ഫ്രെയിമിലാണ്? 5 minutes 5 2 മിനിറ്റ്സും 10 മിനിറ്റ്സും 15 മിനിറ്റ്സിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻട്രി എടുക്കുന്നത് അല്ലെ? ഉം. നമ്മളപ്പോൾ എന്ത് ചെയ്യുന്നു? 4 അവറിന്റെ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നാൽ നമ്മളത് നേരെ എന്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നു? ലോ ടൈം ഫ്രെയിം ആയി ഞാൻ ഒരു 15 മിനിറ്റിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്യുന്നു. സ്വിച്ച് ചെയ്ത് 15 മിനിറ്റിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യും? ഒരു സ്റ്റോറി ഞാൻ ബിൽഡ് ചെയ്യും, ചെയ്യില്ലേ? ആ സ്റ്റോറി ബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? clear. അക്ഷയ് ബ്രോ ക്ലിയർ അല്ലേ? അതെ ബ്രോ. ഓക്കെ. അടുത്തൊരു ടേമാണ് ഇംബാലൻസ് എന്ന് പറയും. ഈ 4 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാർക്കറ്റ് സ്ട്രക്ചർ, ബ്രേക്ക് സ്ട്രക്ചർ, MS, റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അരവിന്ദ് ബ്രോ, അക്ഷയ് ബ്രോ? ഇല്ല. ഓക്കെ ആണ്. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു ബ്രീഫ് മാത്രമേ ഇപ്പൊ ഒന്ന് പറയാനുള്ളൂ. ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് കേട്ടിട്ടുണ്ടോ? ഗ്യാപ്പ് ഫില്ലിംഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ എലക്ഷൻ സമയത്തൊക്കെ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ടായി, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ല. ഓക്കെ, ഫൈൻ. ഇപ്പൊ ഇംബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുക? ആ ഒരു ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഇതൊരു ക്യാൻഡിൽ എന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് ഇത്. ഇന്നലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതാണ്, ഇന്നലത്തെ ക്യാൻഡിലാണെന്ന് വിചാരിച്ചോ. ഇത് മിഞ്ഞാത്ത ക്യാൻഡിൽ, ഇത് ഇന്നലത്തെ ക്യാൻഡിൽ. ഓക്കെ, ഇതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഉം. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഗ്യാപ്പിനെയാണ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് എപ്പോഴും എന്തായിരിക്കും? ഈ ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചാർട്ടിലൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് അതിന്റെ ടോപ്പിക് സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു വൺ വേർഡിൽ നിങ്ങൾക്ക് എന്താണ് ഇതെന്നുള്ളത് മനസ്സിലായില്ലേ? ഓക്കെ, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ പറഞ്ഞു, ബ്രേക്ക് സ്ട്രക്ചർ പറഞ്ഞു, മൂവ്മെന്റ് ഷിഫ്റ്റ് പറഞ്ഞു, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറഞ്ഞു, റിയൽ ഫേസ് ഓഫ് മാർക്കറ്റ് പറഞ്ഞു, ഇംബാലൻസ് പറഞ്ഞു. 5 ടോപ്പിക്കും ഏകദേശം ഒരു വൺ വേർഡിൽ ഉത്തരം പറയാനുള്ള ഒരു ഇതായില്ലേ? ഓക്കെ അല്ലേ? എഴുതി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കണോ? ബ്രോ, അക്ഷയ് ബ്രോ, ഏതെങ്കിലും? വേണ്ട. ഓക്കെ. ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സപ്ലൈ സോണും അതേപോലെ തന്നെ സപ്ലൈ ഡിമാൻഡ്, അതൊക്കെ സപ്ലൈ ഡിമാൻഡ് സോണും അതേപോലെ റെസിസ്റ്റൻസ് അതൊക്കെ അറിയില്ലേ? സപ്ലൈയിൽ എന്താണ് നമ്മൾ നോക്കുക? അല്ല, ഒരു ഡിമാൻഡ് സോണിൽ നമ്മൾ എന്താണ് നോക്കുക? ബൈ ആണോ സെൽ ആണോ? ഡിമാൻഡ് സോണി ബൈ. റെസിസ്റ്റൻസ് സോണിൽ സെൽ. അത് തന്നെയാണ് ഓർഡർ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സപ്ലൈയുടെയും അതേപോലെ തന്നെ ഇതിന്റെ ഈ റെസിസ്റ്റൻസിന്റെ ഒക്കെ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഓർഡർ ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആണ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ടുള്ള റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് ആ വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക്, റിഫൈൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കണേ ബാക്കി തന്നെ ഉണ്ട്. റിഫൈൻഡ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? ഒരു സാധനത്തെ റിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതല്ലേ റിഫൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നും കൂടെ പോളിഷ് ചെയ്യാൻ, അതല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് അതേ ഡിമാൻഡ് സോണിന്റെയും അതേപോലെ തന്നെ റെസിസ്റ്റൻസ് സോൺസിന്റെയും ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. നമുക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ എനിക്കൊരു ഡിമാൻഡ് സോൺ കിട്ടി. 4 അവറിൽ എനിക്ക് എന്ത് കിട്ടി? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ കിട്ടി 4 അവറിൽ. ഞാൻ ഇതിനെ
ഒരു 50 മിനിറ്റ് കൊണ്ടുവന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ ഇല്ലേ, 50 മിനിറ്റിൽ ഇതിന്റെ അകത്തൊരു ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് വിചാരിച്ചോ, അകത്തൊരു ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിനെയാണ് റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഒരു വലിയൊരു സോണിനെ, അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ഒരു ഡിമാൻഡ് സോണിനെ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൊണ്ടുവന്ന് അതിനൊന്ന് ചെറുതാക്കി ആ സോണിനെ വരയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, സ്പീഡായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണത്, സ്പീഡായിട്ട് പറഞ്ഞു പോണത്. കുഴപ്പമില്ല. അടുത്ത ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം ആ വാക്കിൽ തന്നെ ഉണ്ട്. നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റ് നമ്മൾ ട്രേഡിൽ കയറുമ്പോൾ ആ മാർക്കറ്റ് കറന്റ്ലി ഉള്ള ഏരിയ ഡിസ്കൗണ്ട് ഏരിയയിലാണോ അഥവാ പ്രീമിയം ഏരിയയിലാണോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു എൻട്രി കയറുമ്പോൾ. അതായത് ഡിസ്കൗണ്ട് ഏരിയയിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒരു കോമൺ സെൻസ് ചിന്തിച്ച് നോക്കിയേ. ഡിസ്കൗണ്ട് ഏരിയയിലാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും, പ്രീമിയം ഏരിയയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെല് ചെയ്യും. അത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഓരോ കോൺഫ്ലുവൻസിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ നോക്കും? ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം കൂടെ നോക്കും. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി പോവാം. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആൻഡ് മാനിപ്പുലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിലാണ് കളി മൊത്തം. മാർക്കറ്റിന്റെ കംപ്ലീറ്റ് കളി ഈ ഒരു ടോപ്പിക്കിലാണ്. ലിക്വിഡിറ്റി ആൻഡ് മാനിപ്പുലേഷൻ. നിങ്ങളുടെ എൻട്രി പോയിന്റ്സും കിടക്കുന്നതാ ഈ ഒരു ഏരിയയിലാണ്. ഗ്രാബ്ഡോബി, ഇൻഡ്യൂസ്മെന്റ്, പ്രൈസ് ഡെലിവറി. ലിക്വിഡിറ്റിയിലാണ് മാർക്കറ്റ് കളി. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കും. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അടുത്ത ലിക്വിഡിറ്റിയിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും? പോവും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു ഫ്യൂവലാണ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഏരിയയിൽ ഇപ്പൊ ഒരു ഏരിയ ഉണ്ട്, ഈ ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ ആ ഒരു സ്ഥലത്ത് എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഒരു സപ്ലൈ സോണിൽ ഒരുപാട് ആൾക്കാരുടെ ബൈയിങ് ഓർഡേഴ്സും കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതെന്താണ്? ആ ഒരു ഏരിയയിൽ നല്ലൊരു ലിക്വിഡിറ്റി പോയിന്റ്സുകൾ ഉണ്ട്. അതിന്റെ ഓരോ കാര്യങ്ങളാണ് ഈ ഗ്രാബ്ഡോബി, ഇൻഡ്യൂസ്മെന്റ്, പ്രൈസ് ഡെലിവറി എന്നുള്ള സ്കീമിൽ നിങ്ങൾക്ക് വരുന്നത്. ഇതെല്ലാം ഓരോരോ ടൈപ്പ് ലിക്വിഡിറ്റികളാണ്. അത് നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ലിക്വിഡിറ്റി എന്നുള്ളത് നിങ്ങൾ ലിക്വിഡിറ്റി എന്ന് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ എന്നുള്ളത് ഉദ്ദേശിച്ച് വെക്കേണ്ട ഇപ്പൊ മനസ്സിലൊരു വൺ വേർഡ് ആൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. അൾട്ടിമേറ്റ്ലി മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നതെല്ലാം ലിക്വിഡിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും മാർക്കറ്റിൽ നല്ല സാധ്യതകളുണ്ട്. നമുക്ക് കാശ് തരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരിയ്ക്കണേ. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ SL എല്ലാം എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ മാനിപ്പുലേഷൻ ഫേസ് എവിടെയാണെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നിങ്ങളുടെ അവരുടെ ഫേക്ക് മൂവ്മെന്റ്സിൽ എന്ത് ചെയ്യരുത്? നമ്മൾ എന്ത് ചെയ്തു പോകരുത്? വീണ് പോകരുത്. ഓക്കെ, അപ്പൊ അതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഈ ഒരു ലിക്വിഡിറ്റി ആൻഡ് മാനിപ്പുലേഷൻ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് ലോവർ ടൈപ്പ് കൺഫർമേഷൻ. ലോവർ ടൈപ്പ് കൺഫർമേഷൻ ഞാൻ ഓൾറെഡി റിയൽ ഫേസ് ഓഫ് മാർക്കറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നു. അതിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രോപ്പർ ഏരിയയിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് എൻട്രി എടുക്കുന്നു. അതാണ് ലോവർ ടൈം കൺഫർമേഷൻ നോക്കുന്നത്. അതായത് ഒരു 4 അവറിന്റെ ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് വന്നാൽ, മാർക്കറ്റ് ഇപ്പോൾ ഒരു 4 അവറിന്റെ പക്ക ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 50 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യും. 50 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്ത് അവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺഫ്ലുവൻസ് ഉണ്ടോ, മൊമെന്റ് ഷിഫ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു BOS നടന്നിട്ടുണ്ടോ, ലിക്വിഡിറ്റി ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യുന്നത്? എൻട്രി എടുക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് ലോവർ ടൈം കൺഫർമേഷൻ. പുട്ടിങ് ഇറ്റ് ഓൾ ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് എൻട്രി എടുക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് SMC എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലുള്ളത്. ഇതിൽ SMC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നിങ്ങളെ ട്രേഡിംഗ് ജേർണിയിൽ നിങ്ങൾക്ക് SMC മാത്രം മതി നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ചിലപ്പോൾ ഇച്ചിരി ടഫ്നെസ് തോന്നും. നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ വേണം. നിങ്ങൾക്ക് കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലൈവ് ചാർട്ടിൽ തന്നെ കാണിച്ചു തരാനാണ്. ലൈവായിട്ടുള്ള മാർക്കറ്റിൽ തന്നെ അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഒരു നല്ലതെന്ന് തോന്നുന്നു. ചാർട്ട് ബേസിസിൽ കാണിക്കുന്നതായിരിക്കുമല്ലോ നിങ്ങൾക്ക് നല്ലത് അല്ലേ? ചാർട്ടിൽ തന്നെ കാണിച്ചു പോണല്ലേ നല്ലത്? ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം.
അപ്പോൾ SMC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ നമ്മളെ ഡിസ്കോഡ് ഗ്രൂപ്പിൽ അതിൻ്റെ ത്രെഡ് ഉണ്ട്, ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അതിൽ ചോദിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ അല്ലേ? ആ ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എല്ലാവരും ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ആ സമയത്ത് അപ്പം അങ്ങനെ ഡൗട്ടുകൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. ഇതിലിപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു SMCയിലെ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അക്ഷയ് ബ്രോ, അരവിന്ദ് ബ്രോ, ഇല്ല ബ്രോ. ഇല്ല അരവിന്ദ് ഓക്കെ ആണ്? ഇല്ല എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണല്ലോ, ഒരു വൺ വേർഡ് ആയിട്ടുള്ള രൂപത്തിലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ MS എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് എന്താണ്, ഒരു ഡിസ്കൗണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു വൺ വേർഡിലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയലല്ലേ ഇപ്പോൾ, ലെവലല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ആ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് നമുക്ക് ഈ മാർക്കറ്റ് സ്ട്രക്ചറിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ എന്നാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ, താങ്ക് യു.